ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വിഷുവിനോ ഓണത്തിനോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പായസമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടത് ഞാൻ ഇതുപോലൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്നങ്ങ് വറുത്തെടുക്കാം കേട്ടോ. ഒരു പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സേമിയ കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റോസ്റ്റ് ചെയ്യാത്തത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെയ്യൊന്ന് ചൂടായിട്ട് മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് ചെറിയ ഹോളിലൂടെ വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഈ ഒരു നെയ്യിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ട് ആ ഒരു കടിയും കൂടെ ഒന്ന് മാറി ക്യാരറ്റ് ഒന്ന് അങ്ങ് കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 750 മില്ലി പാൽ, ഒരു 3/4 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു സേമിയ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. സേമിയയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇതുപോലെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റിൻ്റെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് ആ ഒരു പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചൗരി വേണമെന്നുണ്ടെങ്കിലും അതും നമുക്ക് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും മാത്രമാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്